നിങ്ങളിതൊന്ന് കേട്ടോളൂ. എന്നിട്ട് നിങ്ങൾ തന്നെ ഈ കുട്ടിയോട് ഞാൻ എന്ത് മറുപടി പറയണോ നിങ്ങൾ പറഞ്ഞതാ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രയും മതി ചതിയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും വിചാരിച്ചു. ഇത്ര മുസ്ലിംസ് മതം എന്ന് പറയുമ്പോ ഇത്രയും ഭയങ്കരമായിട്ടുള്ളതാണ് ഞാൻ വിചാരിച്ചു. ഇങ്ങനെയുള്ള ആൾക്കാര് ലോകത്ത് എന്തിനാണ് കണ്ടന്റായിട്ട് ഇടുന്നതാ നല്ലത്. ഇത്ര കുട്ടികൾ ഇതുപോലെ ഉണ്ടാവും എന്നറിയോ? ഇയാളിൽ തന്നെ കുറെ പിള്ളേരുണ്ടാവും. ഞാനിതിപ്പം ഈ മോൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഞാനിത് കണ്ടന്റ് ആക്കും. കണ്ടന്റ് ആക്കിയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് സ്ഥലമാണ് എന്തൊരു ഇഷ്ടമായിരുന്നു, എന്തൊരു ബഹുമതിയായിരുന്നു. എനിക്കിതിപ്പോ കേട്ടതോ എന്നെ അനുഭവിച്ച് എനിക്ക് മതിയുണ്ട്. ഇയാള് പറയണത് ഞാൻ അവിടത്തെ വലിയ ആളാ, മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇത് എല്ലാവരും അറിയിച്ചു. അയാളെ നല്ല അടി അടിച്ചു വിടന്ന് ആൾക്കാര് അടിച്ച് ചോര വരുത്തി. എന്നിട്ട് ഇപ്പൊ ഫുള്ള് ഞാൻ മരിക്കും, ഞാൻ മറ്റേത് ചെയ്യും ചെയ്ത് അത്രയും പറഞ്ഞാൽ ബാക്കി ഉസ്താദ് നോക്കിക്കോളാം കേട്ടോ. അയാളുടെ നമ്പർ ഞാൻ കേട്ടാ. ബാക്കി ഉസ്താദ് നോക്കിക്കോളാം. ടെൻഷൻ വേണ്ട. അല്ല, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടല്ലോ. ഉച്ച കഴിഞ്ഞ് മോള് പറയുന്നത് ഞാൻ കേൾക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഒരു സമൂഹത്തെ മോൾ എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നില്ലേ? സ്ഥിരമായിട്ട് മോളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മളെല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ ബന്ധമുള്ളതാ. നമ്മൾ ആരെയും അങ്ങനെ മിസ്യൂസ് ചെയ്യാറോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആരെങ്കിലും വേർതിരിച്ച് കാണാനൊന്നും നമ്മൾ നിൽക്കാറില്ല. എന്തായാലും മോക്ക് സംഭവിച്ച അല്ലെങ്കിൽ ഈ ദുരന്തത്തില് ഞാൻ എന്റെ വ്യക്തിയോട് എന്റെ സമുദായത്തെ അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. വേറെ വഴിയില്ലാത്തത്. കുഴപ്പമില്ല. ദൈവത്തിനോട് ഇങ്ങനെ ഇത്ര അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതിനൊക്കെ ഞാൻ മോക്ക് ഉച്ച കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞുതരാം. കാരണം എനിക്കിത് കേട്ടിട്ട് എന്റെ കൈകാലം മറക്കാണ്. ഞാൻ എന്തായാലും ഒരു വിശ്വാസി ആവാൻ പോവാണ്. ഇതിൽ സംസാരിക്കുന്ന പെൺകുട്ടി എന്നോട് ഇതൊരു കണ്ടന്റായി ഒരു വിഷയമായി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ആത്മീയ ചികിത്സയുടെ മറവിൽ നടക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇതൊന്നോ രണ്ടോ കേസല്ലത്. ഇതിൻ്റെ ഉൾരഹസ്യങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ വെച്ച് ആത്മീയ ചികിത്സ നടത്തുന്ന നിഷ്കളങ്കരായ ഒട്ടനവധി നല്ല മനുഷ്യർ കൂടി ഇതിനകത്ത് പെട്ടുപോകുമെന്നുള്ളതുകൊണ്ടാണ്. അവർ പോലും സംശയത്തിൻ്റെ നിഴലിലാകുമെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് ഇറങ്ങാത്തത്. എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു 10-40 ഇത്തരം മെസ്സേജുകൾ പലരും എന്തിനേറെ ഇപ്പം നിങ്ങളൊന്ന് കേൾക്കണം. ഒരു സ്ത്രീയോട് ഒഴിയാൻ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് വിവസ്ത്രയായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ കോഴിമുട്ട ഒഴിയണമെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ എത്ര വരെ മദർസയെ പഠിച്ചെന്ന് ഞാൻ ചോദിക്കുന്നു. ഈ സമുദായത്തിൽ ഈ സംഭവം എന്നോട് പറഞ്ഞത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. നിങ്ങളുടെ ഔറത്ത് നിങ്ങളുടെ ശരീരം അന്യപുരുഷൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളോട് മുട്ട ഒഴിയാൻ പറഞ്ഞ സമയത്ത് തുണിയില്ലാതെ എന്നിട്ട് വീഡിയോ കോൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് മദ്രസ പഠിച്ചത്? നിങ്ങൾ എന്തിനാ ഓതാൻ പോയത്? എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് വിലാപം പറയും, എന്നെ അങ്ങനെ ചെയ്ത് അത് ശരിയാണോ, അങ്ങനെയൊക്കെ ചികിത്സയിലുണ്ടോ? നിങ്ങൾ ഇനിയും പോയി കൊടുക്കണം, നിങ്ങൾ ഇനിയും ചെയ്യണം. ഇവിടെ എത്ര സ്വാത്വികരായ സ്വാലിഹ്യങ്ങൾ ഇവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ തന്ന വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഇന്ന ഒതുക്കോ, ഇന്ന ആയത്ത് ഒതുക്കോ, അല്ലെങ്കിൽ ഇന്ന വിശുദ്ധമായ ഖുർആൻ ഇത് സ്ഥിരം പറയുന്നത് നമ്മുടെ ഒട്ടനവധി സ്വാത്വികരുണ്ട്. ഞാൻ ഏറെ ആവശ്യത്തിൽ ആദരവോട് കാണുന്ന സെയ്ദ് അലി ബാഫയ്ക്ക് തങ്ങളെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാത്വികന്മാർ നമുക്ക് അങ്ങനത്തെ ആളുകളുടെ ദൗർലഭ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ ചതിയിൽപ്പെടുന്നു? ഇപ്പോൾ ഈ ഒറ്റ കാര്യങ്ങൾ ആലോചിക്കും. ഇസ്ലാമോഫോബിയ പറയുന്ന ആളുകൾ, ലവ് ജിഹാദ് പറയുന്നവരുടെ മുമ്പിൽ നമ്മൾ പ്രതിരോധം തീർക്കുമ്പോൾ ഇനി അവരോട് എന്താ പറയുക? എനിക്കറിയാൻ വയ്യ എന്താ പറയുക. നിഷ്കളങ്കയായ ഒരു കുട്ടിയുടെ വിലാപമാണ് ഈ പറയുന്നത്. അവർക്കുണ്ടായ ഒരു പ്രയാസത്തിന് പരിഹാരം എന്നുള്ള ഒരാളെ വിളിച്ചു ചോദിക്കുമ്പോൾ അവരും ഈ ഒരൊറ്റ മുസ്ലിമായ വ്യക്തിയിലൂടെ അവർ കാണുന്ന ഇസ്ലാമിനെയാണ്. നീ ആ പെൺകുട്ടിയെ കൊണ്ട് പലതരത്തിലുള്ള, അഥവാ ആ പെൺകുട്ടി സ്നേഹിച്ച യുവാവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി നീ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, പല തോന്നിയാസം നീ പറഞ്ഞു കൊടുത്തില്ലേ. അതിൻ്റെ പേരിൽ ആ നിഷ്കളങ്കയായ പെൺകുട്ടി എന്തിനാണ് തെറ്റിദ്ധരിച്ചത്? പരിശുദ്ധമായ ഇസ്ലാമിനാണ് അവർ തെറ്റിദ്ധരിച്ചത്. വൈരാഗ്യം തോന്നി, സംശയം തോന്നി. അവർക്ക് മറ്റാരോടും ഈ സങ്കടം പറയാൻ വയ്യാതെ പേഴ്സണൽ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഈ പൊതുമധ്യത്തിൽ ഈ വിഷയം ഒന്ന് പറയണേ, ഞാൻ പെട്ടുപോയ. അടിയും കിട്ടിയാൽ അയാൾക്ക് അടി കിട്ടി, അയാളുടെ നമ്പർ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യണം. നമുക്ക് ഈ ദീനിനോട്, ഈ സമുദായത്തോട് കൂറുണ്ടെങ്കിൽ സമൂഹ മധ്യ ഈ ഇസ്ലാമിനെ ഇങ്ങനെ വലിച്ചു കീറുകയും പിച്ച് ചിന്തുകയും ചെയ്യുമ്പം അങ്ങനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർക്ക് എതിരെ പ്രതിരോധം തീർക്കൽ മാത്രമല്ല, സ്വസമുദായത്തിൽ നിന്ന് ഇത്തരം അപഹാസ്യമായ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ ഒരു സമുദായത്തെയും സമൂഹത്തെയും നിന്ദിക്കാനുള്ള ഹേതുവാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കണ്ടേ? നമ്മൾ മാത്രം ഇങ്ങനെ നല്ലവരായി നടന്ന് എല്ലാത്തിനും പറ്റിയവരായി ഇങ്ങനെ നടന്നാൽ മാത്രം മതിയാ? പ്രതിരോധിക്കേണ്ടതിനെയൊക്കെ പ്രതിരോധിക്കുകയും വേണം. പുറത്തുള്ളതിനെ നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അകത്തുള്ളതിനെ ആദ്യം നന്നാക്കണം. ആദ്യം നമ്മുടെ കക്കൂസ് വൃത്തിയാക്കുക, എന്നിട്ട് പുറത്തുള്ളവൻ്റെയൊക്കെ ചോര നമുക്ക് വൃത്തിയാക്കാം. ഇതിൻ്റെ ഒന്നും ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ
വരും കാലഘട്ടത്തിൽ എൻ്റെ നിങ്ങളുടെയൊക്കെ മക്കളായിരിക്കും ഈ ഒരു ഇസ്ലാം ഭയത്തിൻ്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഇസ്ലാം ഭയം സ്വാഭാവികമായി ഉണ്ടായതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിന് വഴിവെക്കുന്ന തരത്തിലുള്ള പല തോന്നിയാസങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ പറയപ്പെട്ടവർക്കാർക്കും ഇസ്ലാമുമായി ഒരു ബന്ധമില്ല. ഇപ്പോൾ ഈ പെൺകുട്ടി, മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മോളോട് സ്വകാര്യതയിൽ എന്തെങ്കിലുമൊക്കെ അശ്ലീലം പറയുകയോ അയാളെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഇന്നതിനൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞ തെറ്റാണ്, തിന്മയാണ്. ഒരു വ്യക്തിയല്ല മതം. മോൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയല്ല മതം. മതമെന്ന് പറഞ്ഞാൽ ഒരാശയമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ തത്വസംഹിത എന്നുള്ളത് ഖുർആനും പ്രവാചകൻ്റെ ജീവിതമാണ്. അതൊന്ന് കമ്പയർ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും, മോനെ, ഞാൻ നിന്നോട് ഈ അവസരത്തിൽ പറയാണ്, ഒരു മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അനുചരന്മാരിൽ ചില ആളുകൾ പ്രാവിനെ ഇങ്ങനെ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് അമ്പിയാണ്. ഫസ്റ്റിൽ ഈ കാഴ്ച കണ്ട ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞെന്തറിയോ, ഈ പ്രവൃത്തി ചെയ്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്നാ. അതായത് ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഭക്ഷ്യയോഗ്യമായ ഒരു ജീവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് ഒരു കല്ലെടുത്തെറിയാനോ അതിനെ അമ്പെയ്യാനോ ഒന്നും പാടില്ല ഇസ്ലാമിൽ. ഒരു ജീവിയെപ്പോലും കൊല്ലാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു ആശയം പഠിപ്പിക്കുന്ന സമൂഹത്തിന് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഏതെങ്കിലും വൃത്തികെട്ടവന്മാരെ നിങ്ങളോട് വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ സദയം നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്.